+1 ഓണം എക്സാം ഉണ്ടോ? ഈ ഒരു സംശയം ഒരുപാട് കുട്ടികൾക്കുണ്ട്. nafi.edu എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് വരുന്ന ഏറ്റവും മെസ്സേജുകളിൽ ഒന്ന് +1 ഓണം എക്സാമുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതിനൊരു ക്ലാരിറ്റി വരുത്താനാണ് വന്നിട്ടുള്ളത്. വെൽക്കം ടു എഡ്യൂപോഡ് +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനൽ. ഇറ്റ്സ് മീ നാഫി. നിങ്ങൾ രണ്ട് കാര്യങ്ങൾ കമൻറ്റ് ചെയ്യണം. ഒന്ന്, നിങ്ങൾ കൊമേഴ്സ് ആണോ? രണ്ടാമത്, നിങ്ങൾ ഹ്യൂമാനിറ്റീസ് ആണോ? രണ്ടാമത്തെ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്, നിങ്ങൾ ഓരോ സബ്ജക്റ്റിലും ഏതൊക്കെ ചാപ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞോ, അല്ലെങ്കിൽ എത്ര ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ആ രണ്ട് കാര്യങ്ങൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ +1 ഓണം എക്സാം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഗവൺമെൻറ് ഇറക്കിയിട്ടുള്ള അക്കാഡമിക് കലണ്ടർ അനുസരിച്ച് നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയുടെ ഓണം എക്സാമിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. +2 എന്നല്ല പറയുന്നത്, ഹയർ സെക്കൻഡറിയുടെ ഓണം എക്സാമിൻ്റെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഗസ്റ്റ് 20 മുതൽ ഓഗസ്റ്റ് 27 വരെയാണ്. അതായത് ഓഗസ്റ്റ് 20 മുതൽ ഓഗസ്റ്റ് 27 വരെയുള്ള ദിവസങ്ങളിൽ ഹയർ സെക്കൻഡറിക്ക് ഓണം എക്സാം നടത്താം. പക്ഷേ ജൂലൈ 31 മാത്രമേ നിങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുള്ളൂ. ട്രാൻസ്ഫറിൻ്റെ റിസൾട്ട് ഇനിയും വരാനുണ്ട്. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ ഈ ഒരു ഓഗസ്റ്റ് 20 ആകുമ്പോഴേക്കും പല കുട്ടികളും സ്കൂൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പോർഷൻസ് പിന്നെയും അവതാളത്തിലാവാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ കഴിഞ്ഞ കൊല്ലം ഏകദേശം ഈ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ കൊല്ലം എന്താ ചെയ്തതെന്ന് വെച്ചാൽ, സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഓണം എക്സാം നടത്തിയിട്ടില്ല. പകരം ഈ ഗവൺമെൻറ് തന്നിട്ടുള്ള ഈ ഒരു ഡേറ്റിൽ എന്ത് ചെയ്തു, സ്കൂൾസ് അവരുടെ ഒരു എടുത്ത ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജ് വെച്ചിട്ട് ഒരു 30 മാർക്കിനോ 40 മാർക്കിനോ ഉള്ള എക്സാംസ് എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ കൊല്ലം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇക്കൊല്ലം മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കും. അതായത് സ്കൂളിലെ ടീച്ചേഴ്സ് എന്ത് ചെയ്യും, അതുവരെ എടുത്ത ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്തിട്ട് ചിലപ്പോൾ 80 മാർക്കിൻ്റെ ക്വസ്റ്റനോ, ചിലപ്പോൾ 60 മാർക്കിൻ്റെ ക്വസ്റ്റനോ, ചിലപ്പോൾ 30 മാർക്കിൻ്റെ ക്വസ്റ്റനോ, ചിലപ്പോൾ 40 മാർക്കിൻ്റെ ക്വസ്റ്റനോ എന്ത് ചെയ്യും, അവർ എക്സാം നടത്തും. അല്ലെങ്കിൽ ഗവൺമെൻറ് തന്നെ സെൻട്രലൈസ്ഡ് ആയിട്ട് +2 നടത്തുന്ന പോലെ തന്നെ ഒരു ഓണം എക്സാം നടത്തിയേക്കാം. അങ്ങനെ ഓണം എക്സാം നടക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ ഓഗസ്റ്റ് 20 ആകുമ്പോഴേക്കും എത്ര ചാപ്റ്റർ ആണോ നിങ്ങൾക്ക് ഓരോ വിഷയത്തിലും കംപ്ലീറ്റ് ആകുന്നത്, ആ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഒരു 30 മാർക്കിൻ്റെ എക്സാം ആവാം, 40 മാർക്കിൻ്റെ എക്സാം ആവാം, ചിലപ്പോൾ 60 80 മാർക്കിനുള്ള എക്സാം എന്ത് ചെയ്യും, സ്കൂളിൽ നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓണം എക്സാം ഇല്ല എന്ന് വിചാരിച്ച് നിങ്ങൾ കയ്യും കെട്ടിയിട്ട് വെറുതെ ഇരിക്കരുത്. ഓണം എക്സാം ഉണ്ടാകാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. വളരെ റെയർ ആയിട്ട് മാത്രമേ ഓണം എക്സാം ഇല്ലാതിരിക്കാനുള്ള ചാൻസ് ഉള്ളൂ. പക്ഷേ എന്നാലും ഈ ഒരു ഡേറ്റിൽ ഓഗസ്റ്റ് 20 മുതൽ ഓഗസ്റ്റ് 27 വരെയുള്ള ഈ ഒരു ഡേറ്റിൽ ഓണം എക്സാം നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഓണം എക്സാം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പഠിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. SSLC പോലെയല്ല +1, SSLCയേക്കാൾ 3 ഇരട്ടി +1 പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എഫേർട്ട് ഇടാൻ തയ്യാറാവണം, നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാവണം. ഇക്കൊല്ലം കേരളത്തിലെ +1 +2 പാസ്സായ ആളുകൾ റിസൾട്ട് നോക്കുകയാണെങ്കിൽ, പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ SSLCയേക്കാൾ 10, 15, 20% കുറവാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അത്രയും കുട്ടികൾ +2 തോൽക്കാൻ കാരണം? അവർ പഠിക്കാത്തതുകൊണ്ടാണ്. എക്സാമിന് തലേന്ന് മാത്രം ലൈവ് കണ്ടുകൊണ്ട് പഠിച്ചുകൊണ്ട് മാത്രം ഒരിക്കലും പാസ്സാവില്ല കേട്ടോ. ഞാൻ ശക്തമായിട്ട് തന്നെ ആവർത്തിച്ച് പറയാണ്, സത്യസന്ധമായിട്ട് പറയാണ്, എക്സാമിൻ്റെ തലേന്നോ അല്ലെങ്കിൽ എക്സാമിൻ്റെ ഒരാഴ്ച മുൻപ് ലൈവ് കണ്ടതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരു മികച്ച മാർക്ക് നേടാൻ സാധിക്കില്ല. നിങ്ങൾക്ക് മികച്ച മാർക്ക് നേടാൻ ആഗ്രഹമുണ്ട്, ഫുൾ A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണോ? അപ്പോൾ അതിനുള്ള ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ് എന്ത്, നിങ്ങളുടെ ഓണം എക്സാം. അതായത് ഓഗസ്റ്റ് 20 മുതൽ 27 വരെ നടക്കാൻ ചാൻസ് ഉള്ള ഓണം എക്സാം എന്താണ്, അതിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പായിട്ടുള്ള ഓണം എക്സാം നിങ്ങൾ മികച്ച രീതിയിൽ കയറിയാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു മികച്ച മാർക്ക് നേടിയെടുക്കാൻ സാധിക്കൂ എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഓഗസ്റ്റ് 20 മുതൽ ഓഗസ്റ്റ് 27 വരെ ഓണം എക്സാമിനൊരു ഡേറ്റ് ഉണ്ട്. മിക്കവാറും ആ ഡേറ്റിൽ നിങ്ങളുടെ എടുത്ത പോർഷൻസ് അനുസരിച്ചുള്ള ഒരു എക്സാം സ്കൂളിലെ ടീച്ചേഴ്സ് നടത്തിയേക്കാം. ആ എക്സാം നിങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ കാരണം പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻ പാറ്റേണുകൾ ഉണ്ടാകും, പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, കണ്ടന്റ് ലെവലൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ കൂടിയുള്ളൊരു എക്സാമാണ് ഓണം എക്സാം. കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുക, കറക്റ്റായിട്ട് എക്സാം എഴുതുക. ഓണം എക്സാമിന് ഫുൾ മാർക്ക് നേടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡ്യൂപോഡിൻ്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാം. സൂപ്പർ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ nafi.edu എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.